അത് ഈ സീറ്റിൽ നടക്കൂലട്ടോ. ആകെ 45 കൗൺസിലർമാരുള്ളൂ. ഞാൻ 100,000 കൗൺസിലർമാരൊന്നും താമസത്തിലില്ല. അതിൽ 4 പേരെ മാത്രം ഞങ്ങളുടെ ഓട് വിളിച്ചു വന്ന ആളില്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളെ. കുറെ ആളുകളുണ്ടല്ലോ ഗവൺമെന്റ് തീരുമാനം നടപ്പിലാക്കണ്ടേ? പഞ്ചായത്ത് ആക്ട് സ്റ്റാഫാണ് അവരെന്താ സീറ്റ് വന്നിരിക്കുന്നത്? ചെക്ക് ചെയ്യുന്നേ. നിങ്ങൾ ഒരുത്തനോട് ഇരിക്കണ്ട. ഒരു വിശദീകരണം അത് ഭരണസമിതി വേറെ. നിങ്ങളുടെ കാര്യം പറയണ്ടേ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല. എനിക്ക് ഓരോരുത്തരും സീറ്റിലിരിക്കുക. ആരൊക്കെ സീറ്റിലിരിക്കേണ്ടത് ഞാൻ കാണിച്ചു. എന്ത് യോഗം പാർട്ടി യോഗം തെരഞ്ഞെടുത്ത് ജയിച്ച ആളുകളാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിലാണ് നഗരസഭ. മനസ്സിലായല്ലോ? സാധാരണ ഇവിടുന്ന് വിളിക്കലുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് ആരാന്നുള്ളത് ഞങ്ങൾക്ക് കൂടെ എടാ എഴുതി വാങ്ങിക്ക്. എന്താ വെച്ചാൽ ആവശ്യമുള്ള എഴുതി വാങ്ങിക്ക്. എന്താണ് 4 കൗൺസിലർമാരെ കൗൺസിൽ അറിയിക്കാത്തെന്നുള്ളത് എഴുതി വാങ്ങിക്ക്. 4 കൗൺസിലർമാർ എന്തിനാണ് നിങ്ങൾക്ക് വിളിക്കാത്തതെന്നുള്ളത്. നിങ്ങൾ ആരാണ്? രാജാക്കന്മാരാ? സെക്രട്ടറി ലീവാ? എന്ന് ലീവാണ്? സെക്രട്ടറി എപ്പോഴും ലീവാണല്ലോ. എഴുതി കൊടുക്ക്. ബാക്കി വെക്കാം. എന്ത് ഭരണസമിതി യോഗം അറിയിക്കേണ്ട ആരെങ്കിലല്ലേ? നിങ്ങളെന്താ അറിയിക്കരുത്? ആ സെക്രട്ടറിയോടെ ഓരോരുത്തരും വിളിക്കുക. ഓരോരുത്തരും ഉത്തരവാദിത്വം എന്താണെന്ന് ഞാൻ കൗൺസിൽ അവനെന്താ ഇവിടെ താഴത്തെ ഡ്യൂട്ടി എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞു. ആരെങ്കിലും ഈ സ്ക്രീനിൽ ഏൽപ്പിച്ചൂടെ? നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചു വരാം. ഡ്രൈവറെ ഏൽപ്പിച്ചൂടെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം? ഒരു കൗൺസിൽ മറുപടി പറയാനുള്ളത് വേറെ കാര്യം. എന്താണ് നിങ്ങൾ പറയുന്നത്? വെള്ളരിക്കപ്പെട്ട ജയിച്ചു വന്ന ആൾക്കാർ അതിന്റെ അധികാരത്തിൽ മീറ്റിംഗ് ഞങ്ങൾക്ക് അറിയാതെ പഞ്ചായത്ത് ആക്ട് നിയമം, മുനിസിപ്പൽ ആക്ട് നിയമം നടപ്പിലാക്കി എല്ലാ പാർട്ടിക്കാർ തീരുമാനം നടപ്പിലാക്കില്ല.